Hello, children. Today's class, let us begin with a very interesting question. ഓക്കെ, ഇതൊരു ഹൗസാണ്. ഈ ഹൗസിൻ്റെ റൂംസാണ് കാണുന്നത്, താഴെയും മേലെ ഉള്ളത്. അതിൽ ഈ ബ്ലൂ കളർ കാണുന്നത് 3 സ്വിച്ചസ് ആണ്. ആൻഡ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ യു ക്യാൻ സീ ദ റെഡ് കളർ ബൾബ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം എന്താണ്, ഈ ബൾബ് ഏത് സ്വിച്ച് ഇട്ടാലാണ് ഈ ബൾബ് ഗ്ലോ ആവുക? സോ യു ഹാവ് ഓൺലി വൺ ചാൻസ്. ഓക്കെ, നിങ്ങൾ താഴെ നിന്ന് സ്വിച്ച് ഇട്ടിട്ട് മേലെ പോയി നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ ആ ബൾബ് ഗ്ലോ ചെയ്തോ ഇല്ലേന്ന്. അപ്പോൾ ഇൻ വൺ ചാൻസ് ഹൗ വിൽ യു ടെൽ വിച്ച് സ്വിച്ച് ഈസ് ഗോയിങ് ടു മേക്ക് ദ ബൾബ് ഗ്ലോ? അപ്പോൾ അതാണ് ചോദ്യം. ചിൽഡ്രൻ, യു ക്യാൻ പോസ് ദ വീഡിയോ ആൻഡ് തിങ്ക്. എനിവേ, ഐ എം ഗോയിങ് ടു ടെൽ യു ദ ആൻസർ നൗ ഇറ്റ് സെൽഫ്. ഇപ്പോൾ നിങ്ങൾ ഈ 3 സ്വിച്ചും ഇട്ടിട്ട് മേലേക്ക് ഓടിപ്പോയി നോക്കുകയാണെങ്കിൽ ആ ബൾബ് കത്തിയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ഏത് സ്വിച്ചാണ് ആ ബൾബിനെ കത്തിച്ച്. ഓക്കെ, ദെൻ വാട്ട് യു ഡു? ഓക്കെ, യു ഡിസൈഡ് വൺ സ്വിച്ചിനെ മാത്രം ഇട്ടിട്ട് മേലെ പോയി നോക്കിയാലോ. അപ്പോൾ ആ സ്വിച്ചാണ് ആ ബൾബിനോട് കണക്റ്റഡ് ആണെങ്കിൽ ആ ബൾബ് ഗ്ലോ ചെയ്യും. പക്ഷെ ആ സ്വിച്ച് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും സെക്കൻഡ് സ്വിച്ചാണോ തേർഡ് സ്വിച്ചാണോ കണക്റ്റഡ് ആയിട്ടുള്ളത്? അപ്പോൾ അതൊരു ചോദ്യമാണ്. അപ്പോൾ ചിൽഡ്രൻ, ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നറിയോ? വാട്ട് യു ഹാവ് ടു ഡു, ഫസ്റ്റ് ഒരു ലെഫ്റ്റ് സൈഡ് കോർണർ ഒരു സ്വിച്ച് നിങ്ങൾ ഓൺ ചെയ്ത് വെയിറ്റ് ചെയ്യുക. യു വെയിറ്റ് ഫോർ 2 to 3 minutes there. ദെൻ ആ സ്വിച്ചിനെ നിങ്ങൾ ഓഫ് ചെയ്തിട്ട് നടുവിലത്തെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് മേലെ കയറിപ്പോയി നോക്കാം. ബൾബ് ഗ്ലോ ചെയ്യുകയാണെങ്കിൽ ആ നടുവിലത്തെ സ്വിച്ചാണ് ആ ബൾബിൻ്റെ സ്വിച്ച്. ഓക്കെ, ബൾബ് ഗ്ലോ ചെയ്യില്ലെങ്കിൽ യുവർ ലെഫ്റ്റ് ഓർ റൈറ്റ് സ്വിച്ച് കുഡ് ബി ദ സ്വിച്ച് ഓഫ് ദ ബൾബ്. അപ്പോൾ നിങ്ങൾ അതെങ്ങനെ കൺഫേം ചെയ്യും? ആ ബൾബ് ഒന്ന് തൊട്ട് നോക്കുക, അല്ലേ? ആ ബൾബ് തൊട്ടിട്ട് ഒരു ചെറിയ ചൂട് ആ ബൾബിലുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? അത്രയും നേരം ആ ബൾബ് കത്തിയിട്ട് ഓഫ് ആയതുകൊണ്ടാണ് അതിലൊരു ചൂടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഉറപ്പിക്കുക? ഓക്കെ, ആ ഫസ്റ്റ് നമ്മളിട്ട സ്വിച്ചാണ് ആ ബൾബിൻ്റെ സ്വിച്ച്. തീരെ ചൂടില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ആ തേർഡ് സ്വിച്ചാണ് ആ ബൾബിൻ്റെ സ്വിച്ച്. ഓക്കെ, അപ്പോൾ ഇത് IAS ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ കൊണ്ടുവന്നത് എന്താണ്? ഈ കറണ്ട് പാസ് ചെയ്യുമ്പം ആ ബൾബ് ചൂടായി, അല്ലേ? സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ഇൻ ടുഡേയ്സ് ലെസൺ, ദാറ്റ് ഈസ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അല്ലേ? അപ്പോൾ എനി ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ് ടെൻസ് ടു ബിക്കം എ ബിറ്റ് ഹോട്ട്, അല്ലേ? നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പം ആ ചാർജറും ചിലപ്പം ഫോൺ വരെ ചൂടാവാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഹീറ്റിംഗ് എഫക്റ്റ് എന്ത് കാരണമാണ് ഉണ്ടാവുന്നത്? The source expends energy to maintain the electron. To flow the electron ഒരു എനർജി അവിടെ സ്പെൻഡ് ആവുന്നുണ്ട്. ആ എനർജി വന്ന് നമ്മൾ യൂസ്ഫുൾ വർക്കായിട്ടും കൺവേർട്ട് ആവുന്നുണ്ട്. ആ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് ബീങ് കൺവേർട്ടഡ് ആസ് ഹീറ്റ് ഓൾസോ. Okay, so that is what we feel as whenever electric current is passed through a circuit, it tends to get heated up. ഓക്കെ, കണ്ടക്ടർ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് വന്ന് ഈസിലി കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർ അത്ര ഹീറ്റപ്പ് ആവില്ല. ഈ കറണ്ടിനെ ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആയിരിക്കും വേഗം ഹീറ്റപ്പ് ആവുക കറണ്ടിൻ്റെ ഫ്ലോ ആവുമ്പം. ഓക്കെ, അപ്പോൾ വി സേ വിത്ത് ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള സബ്സ്റ്റൻസസ് വിൽ ഗെറ്റ് മോർ ഹീറ്റഡ് അപ്പ്. അപ്പോൾ അലോയ്സ്, ഇപ്പോൾ ഇത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, വൈ ഡു വി യൂസ് അലോയ്സ് for heating instruments? അപ്പോൾ alloys have higher resistivity than its constituent metals. അപ്പോൾ നൈക്രോം ഒക്കെ പറഞ്ഞാൽ അതൊരു അലോയ് ആണ്. അത് വന്ന് അതിൻ്റെ മെറ്റൽസിനേക്കാളും കൂടുതൽ ഹയർ റെസിസ്റ്റിവിറ്റി കാണിക്കുന്നുണ്ട്. ദേ ഡു നോട്ട് ഓക്സിഡൈസ് റെഡിലി അറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ്. ഫോർ ദിസ് റീസൺ ദേ ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസസ്. അപ്പോൾ ഈ ഹീറ്റിംഗ് ഡിവൈസസ് ഒക്കെ എന്താണ്? നമ്മൾ ഇസ്ത്രി പെട്ടി, ദെൻ യുവർ വാട്ടർ ഹീറ്റർ, ഓൾ ദാറ്റ് ആർ ഹീറ്റിംഗ് ഡിവൈസസ്. ഓക്കെ, ഇൻ ഇലക്ട്രിക് അയൺ ബോക്സ്, ഇലക്ട്രിക് ടോസ്റ്റർ, ഇലക്ട്രിക് അവൻ, ഇലക്ട്രിക് kettle, electric heater, etc. We are using this phenomenon, heating effect of electric current. അല്ല, നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെ ഉണ്ടാക്കുന്നത് തന്നെ അങ്ങനെയാണ്, കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ആവണം. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ഇൻ ഇലക്ട്രിക് ബൾബ് ഓൾസോ വി ആർ യൂസിങ് ദ സെയിം പ്രിൻസിപ്പിൾ, ബട്ട് ദെൻ ഇൻ ദിസ് കേസ് വി ആർ യൂസിങ് ടങ്സ്റ്റൺ. ഇലക്ട്രിക് ബൾബിൽ നമ്മൾ ടങ്സ്റ്റൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു സ്പെഷ്യൽ എലിമെൻ്റ് ആണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇറ്റ് ക്യാൻ റിറ്റെയിൻ ഓൾ ദ ഹീറ്റ് ജനറേറ്റഡ് ആൻഡ് എമിറ്റ് ലൈറ്റ് വെൻ ഇറ്റ് ഗെറ്റ്സ് വെരി ഹോട്ട്. അപ്പോൾ ടങ്സ്റ്റൺ എന്താവും? നല്ല ചൂടാവുമ്പം ഇറ്റ് സ്റ്റാർട്ട്സ് എമിറ്റിംഗ് ലൈറ്റ്. ദാറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ടങ്സ്റ്റൺ. ഇറ്റ് ഹാസ് എ വെരി ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. ഇത്രയും ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ അത്ര ചൂട് കയറിയാലും അത് മെൽറ്റ് ആവില്ല. ടങ്സ്റ്റൺ വിൽ നോട്ട് മെൽറ്റ്. So it will readily convert your heat energy into light energy. അപ്പോൾ tungsten is being used in electrical bulbs. Then you have this application of heating effect of electric current in electric fuse also. ഇപ്പോൾ ഈ ഫ്യൂസ് എന്താ സംഭവം? നമ്മൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ട്, ഇപ്പോൾ വീട്ടിലേക്കൊക്കെ നമ്മൾ ഇത്ര ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അവൻ ആൻഡ് ഓൾ, എവറിത്തിങ് ഈസ് ബീങ് കണക്റ്റഡ് ടു ദ സോഴ്സ്, റൈറ്റ്? അപ്പോൾ ഈ സോഴ്സിൽ നിന്ന് വരുന്ന കറണ്ട് ചിലപ്പം
കൂടുതൽ ആ ഇൻസ്ട്രുമെൻറ്റിന് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ കറണ്ട് അതിലേക്ക് കയറും. അപ്പോൾ അത് ആ ഇൻസ്ട്രുമെൻറ്റിന് ഹാംഫുൾ ആയിരിക്കും. അപ്പോൾ ആ കേസസിൽ നമ്മൾ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഫ്യൂസ്. ഈ ഫ്യൂസ് എന്താ ചെയ്യുക, കൂടുതൽ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പം ആ ഫ്യൂസ് വന്ന് ബേൺ ആയിപ്പോവും. ആൻഡ് ദെൻ ഇറ്റ് വിൽ ബ്രേക്ക് ദ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഫ്യൂസ് പ്രൊട്ടക്ട്സ് ദ സർക്യൂട്ട്സ് ബൈ സ്റ്റോപ്പിംഗ് ദ സഡൻ ഫ്ലോ ഓഫ് ഹൈ കറണ്ട്. It is made up of a piece of wire of copper, aluminium, etc. of appropriate melting point. If a large current flows through the circuit, the temperature of the fuse wire increases. This melts the fuse wire and breaks the circuit. അപ്പോൾ ഇതിപ്പോൾ ഒരു സർക്യൂട്ടായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ. അപ്പോൾ ഇത് എനി ഇൻസ്ട്രുമെൻ്റ് ആണ് വിച്ച് വിൽ വർക്ക് വെൻ 5 ആംപിയേഴ്സ് ഓഫ് കറണ്ട് വിൽ ഫ്ലോ ത്രൂ ഇറ്റ്. 5നേക്കാളും കൂടുതൽ 5.5 വരെ അത് താങ്ങും. 5.5നേക്കാളും കൂടുതൽ കറണ്ട് ആയിക്കൂടി ഫ്ലോ ചെയ്താൽ ഇറ്റ് വിൽ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ യു ഹാവ് ടു ഡിസൈഡ് വാട്ട് ഫ്യൂസ് യു ക്യാൻ കീപ്പ് ഹിയർ. അപ്പോൾ ഈ ഫ്യൂസ് എന്താവും, ഈ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫ്യൂസ്, ഈ റെഡ് കളർ കാണുന്നതാണ് ഫ്യൂസിൻ്റെ വയർ. അപ്പോൾ ഈ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യാൻ, ഈ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ ഈ സോഴ്സിൽ നിന്ന് പുറപ്പെട്ട് ഈ സർക്യൂട്ട് കൂടി ഫ്യൂസ് കൂടി പാസ് ചെയ്തിട്ട് ഇറ്റ് വിൽ എൻറ്റർ ദിസ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ദെൻ ഇറ്റ് വിൽ കം ബാക്ക് ലൈക്ക് ദിസ് ടു ദ സോഴ്സ്. ഇതിൽ ഫ്യൂസ് നമ്മളിപ്പോൾ തീരുമാനിക്കേണ്ടത്, ഇഫ് യു ആർ ടേക്കിംഗ് സേ അബൌട്ട് 3 ആംപിയർ ഫ്യൂസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താവും, ഈ ഫ്യൂസിൻ്റെ വയർ ക്യാൻ ടേക്ക് അപ് ടു 3 ആംപിയേഴ്സ് ഓഫ് കറണ്ട്. അതാണ്ട് അർത്ഥം അതാണ്. മോർ ദാൻ 3 ആംപിയേഴ്സ് കറണ്ട് ആയാൽ എന്താവും, ആ വയർ മെൽട്ടായി പോവും. ആ വയർ മെൽട്ടായി പോയാൽ എന്താവും, ഈ കണക്ഷൻ ബ്രേക്ക് ആവും. ദിസ് കണക്ഷൻ വിൽ ബ്രേക്ക്. സോ ദ ഇലക്ട്രോൺസ് വിൽ നോട്ട് ഫ്ലോ. സോ ഹൗ വിൽ യു ഡിസൈഡ് ഹൗ മച്ച് ടു ടേക്ക് ദ ഫ്യൂസ്? ഇപ്പോൾ നിങ്ങൾ ഇതിനെ 15 ആംപിയേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ എന്താവും, 15 ആംപിയേഴ്സ് വരെ കറണ്ട് പോവും. പക്ഷേ നമുക്കിവിടെ 5 ആംപിയേഴ്സേ ആവശ്യമുള്ളൂ. അപ്പോൾ എപ്പോഴും ഫ്യൂസ് നമ്മൾ എങ്ങനെ തീരുമാനിക്കുക, എത്ര കറണ്ട് വിടണോ അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ടുള്ള മെഷർ എടുത്താൽ മതി ഫ്യൂസിൻ്റെ കപ്പാസിറ്റിക്ക്. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമ്മളൊരു 5.5 ആംപിയേഴ്സിൻ്റെ ഒരു ഫ്യൂസ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താവും, വെൻ ദ കറണ്ട് passes through this, more current, if suddenly more current is coming, what will happen, this fuse wire will melt and the circuit will break here. So your device will be saved. Okay, no current will flow through the device and it will be saved. അപ്പോൾ ഫ്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, എക്സസ് ഫ്ലോ ഓഫ് കറണ്ട് വന്ന് നമ്മൾ സാധനം നശിപ്പിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഫ്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്യൂസ് മെൽറ്റ് ആവുന്ന എന്തുകൊണ്ടാണ്, അത്രയും കറണ്ട് ഇതിനെ കൂടി പാസ് ചെയ്യുമ്പം ഇറ്റ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ആൻഡ് ഇറ്റ് മെൽറ്റ്സ്. സോ ദാറ്റ് ഈസ് വൈ വി ആർ സ്റ്റഡിങ് ദിസ് അണ്ടർ ദ ടോപ്പിക് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ആ ഫിനോമിനലിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫ്യൂസ്. അപ്പോൾ we saw the applications of heating effect of electric current is being used in electrical devices and electric bulbs, electric fuses. ഇനി നമുക്ക് നോക്കാനുള്ളത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ജൂൾസ് ഫൗണ്ട് ഔട്ട് ഈ ഹീറ്റ് ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് that is directly proportional to the square of the current for a given resistance, the resistance for a given current, the time for which the current flows through the resistance. ഇതിപ്പോൾ നിങ്ങൾ ഒരു സിംബോളിക് ഫോമിൽ പറയുകയാണെങ്കിൽ the heat produced is directly proportional to the square of the current, to the resistance and to the time. അപ്പോൾ we are writing it as H is equal to I square RT. This is known as Joule's law. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾ നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്തിട്ട് വേറെ വെറൈറ്റി ഓഫ് ഇക്വേഷൻസ് വി ക്യാൻ ഫോം. ഈ ഓംസ് ലോൻ്റെ ട്രയാങ്കിൾ ഓർമ്മയില്ലേ, മേലെ വി ഉണ്ടാവും, പിന്നെ താഴെ ഐയും ആറും. അപ്പോൾ ഈ സ്ഥലത്ത് നോക്കൂ, I square R, അതിലൊരു IR ഉണ്ട്. IR എന്താണ്, വി ആണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് IRനെ വി എഴുതി, ബാക്കി ഐയും ടിയും എഴുതി. സോ യു ഗെറ്റ് വൺ വേരിയൻറ്റ് ഓഫ് ദ ഫോർമുല H is equal to VIT അല്ലേ. അതേപോലെ നമ്മൾ ഇനി അടുത്തത് വി സ്ക്വയർ ബൈ ആർ എങ്ങനെ കിട്ടണേ, ഐ സ്ക്വയറിൻ്റെ സ്ഥലത്ത് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി സ്ക്വയർ അപ്പോൺ ആർ സ്ക്വയർ അല്ലേ. ഐ സ്ക്വയറിൻ്റെ സ്ഥലത്ത് വി സ്ക്വയർ അപ്പോൺ ആർ സ്ക്വയർ യു ക്യാൻ റൈറ്റ് ആൻഡ് യു വിൽ ഹാവ് ഇൻറ്റു ആർ ഇൻറ്റു ടി. യുവർ ആർ വിൽ ക്യാൻസൽ ദ സ്ക്വയർ, സോ യു വിൽ ഹാവ് വി സ്ക്വയർ അപ്പോൺ ആർ ഇൻറ്റു ടി. ദാറ്റ് ഈസ് ദിസ് ഇക്വേഷൻ യു വിൽ ഗെറ്റ്. അപ്പോൾ അങ്ങനെ ഓംസ് ലോ യൂസ് ചെയ്തിട്ട് പല വെറൈറ്റി ഓഫ് ഇക്വേഷൻസ് യു ആർ ഗെറ്റിംഗ്. സോ ഓൾ ദീസ് യു ബൈ ഹാർട്ട് നൈസ്ലി. ഇതിലിപ്പോൾ എന്താ സംഭവം, നിങ്ങൾക്ക് എത്ര ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ദേ വിൽ ഗീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ കറണ്ട് ഓർ റെസിസ്റ്റൻസ് ആൻഡ് ടൈം. അപ്പോൾ അക്കോർഡിംഗ്ലി എന്ത് ഇൻഫർമേഷനാണ് തന്നിട്ടില്ല അതും വെച്ചിട്ട് യു വിൽ ഹാവ് ടു ഫൈൻഡ് ദ ആൻസർ. ലെറ്റ് us see some problem questions. 100 joule of heat is produced each second in a 4 ohm resistance.
ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എച്ച് തന്നിട്ടുണ്ട്, വി കാണാനാണ് പറയുന്നത്, ആർ തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. അപ്പോൾ വി വിൽ യൂസ് ദിസ് ഇക്വേഷൻ. എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ അപ്പോൺ ആർ ഇൻറ്റു ടി. So we can write 100 is equal to V square into 4 upon 1. V square is എന്താവും പിന്നെ 100 upon 4, that is 25. അപ്പോൾ V is equal to 5 volts. So children, it is upon you what formula you choose. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഐ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഐ വെച്ചിട്ട് അങ്ങനെയും കാണാം. എനിവേ ബട്ട് ദറ്റ് റൂട്ട് ഫോർമുല യു റിമെമ്പർ, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. And then നിങ്ങൾക്ക് എല്ലാ ഫോർമുല യൂസ് ചെയ്തിട്ട് you can pick and choose your formula and solve the sum. Let us see one more sum. You have here, why does the cord of an electric heater not glow while the heating element does? അപ്പോൾ ഇത് മീൻസ് ഇതിപ്പോൾ നിങ്ങളുടെ ഇലക്ട്രിക് ഹീറ്ററാണെന്ന് വിചാരിച്ചു, അതിനൊരു ഇങ്ങനെ ഇതുണ്ടാവുമല്ലോ, എലിമെൻറ്റ് ഉണ്ടാവും, പിന്നെ അതിനുള്ളൊരു കോഡാണ് ഉണ്ടാവുക ഇങ്ങനെ അല്ലേ. അപ്പോൾ ഈ ഹീറ്റിംഗ് എലിമെൻറ്റ് വന്ന് ഗ്ലോ ചെയ്യും, കറണ്ട് പാസ് ചെയ്യുമ്പം ഭയങ്കര ചൂടായിട്ട് റെഡ് ഹോട്ടായി ഗ്ലോ ചെയ്യും. അപ്പോൾ അവരുടെ ചോദ്യം എന്താണ്, ഈ ഹീറ്റിംഗ് എലിമെൻറ്റ് ഗ്ലോ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ ഈ കോഡ് എന്താ ഗ്ലോ ചെയ്യാത്തത്, നിങ്ങളുടെ ഈ കോഡ് എന്താ ഗ്ലോ ചെയ്യാത്തത്, വെറും ഈ ഹീറ്റിംഗ് എലിമെൻറ്റ് മാത്രം എന്തിനാണ് ഗ്ലോ ചെയ്യുന്നത്, അതാണ് ചോദ്യം. So for that you can write, the heating element is made of an alloy like nichrome which offers very high resistance for the flow of current and thus gets heated up and becomes red hot and glows. അപ്പോൾ ഈ ഹീറ്റിംഗ് എലിമെൻ്റ് ആണ് നൈക്രോമിനോട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കര റെസിസ്റ്റൻസ് കാണിക്കുന്നത് കൊണ്ട് അത് അല്പം ചൂടാവും ആൻഡ് ദെൻ ഇറ്റ് ഗ്ലോസ് ബിക്കോസ് ഓഫ് ബിക്കമിങ് റെഡ് ഹോട്ട്. ദ കോഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ. ആ കോപ്പർ വന്ന് നൈക്രോമിനോടെല്ലാം ഉണ്ടാക്കിയത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ വിച്ച് കണ്ടക്ട്സ് ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഹാസ് വെരി ലിറ്റിൽ റെസിസ്റ്റൻസ്. അപ്പോൾ നോ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ കോഡ് ഡസ് നോട്ട് ഗ്ലോ. Compute the heat generated while transferring 96,000 coulomb of charge in 1 hour through a potential difference of 50 volts. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ Q is given and your V is given and your T is given അല്ലേ. ഐ തന്നിട്ടില്ല, ആർ തന്നിട്ടില്ല, പക്ഷെ ക്യൂവും ടിയും തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അറിയാലോ ഐ ഇസ് ഈക്വൽ ടു ക്യൂ അപ്പോൺ ടി ദാറ്റ് വി നോ അല്ല, ഐ ഇസ് ഈക്വൽ ടു ക്യൂ അപ്പോൺ ടി വി നോ. അപ്പോൾ ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഐ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മളടുത്ത് വരുന്ന ഇക്വേഷൻ എന്താ, എച്ച് ഇസ് ഈക്വൽ ടു വി തന്നിട്ടുണ്ട്, ഐ നമ്മൾ കണ്ടുപിടിക്കാം, ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം, എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി. ബട്ട് ദെൻ ഐ നമ്മൾ എന്താ പറഞ്ഞാൽ, ഐ ഇസ് ഈക്വൽ ടു ക്യൂ അപ്പോൺ ടി അല്ലേ. അപ്പോൾ ആ ടിയും ഈ ടിയും ക്യാൻസൽ ആയിപ്പോവും. സോ യു വിൽ ഹാവ് എച്ച് ഇസ് ഈക്വൽ ടു വി ഇൻ ടു ക്യൂ. അപ്പോൾ ഇതും ഒരു ഫോർമുല ആയിട്ട് നിങ്ങൾക്ക് കരുതാം. എച്ച് ഇസ് ഈക്വൽ ടു ചാർജ് വരാണെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ടു ചാർജ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ ആയിരുന്നു അല്ലേ. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിഫൈൻ ചെയ്തപ്പോൾ എന്താ പഠിച്ചത്, ഇറ്റ് ഈസ് എ വർക്ക് ഡൺ അല്ലേ. വർക്ക് ഡണും ഹീറ്റ് എനർജിയും സെയിം ആണ് അല്ലേ. അപ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ടു ചാർജ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മളിവിടെയും കാണുന്നത്, എച്ച് ഇസ് ഈക്വൽ ടു വി ഇൻ ടു ക്യൂ ചെയ്താൽ മതി. സോ യു വിൽ ഹാവ് യുവർ ഹീറ്റ് പ്രൊഡ്യൂസ് ഇസ് ഈക്വൽ ടു 9600 coulomb into 50 volts. So that will give you an answer 480യും പിന്നെ 4 പൂജ്യങ്ങളും കിട്ടും. അപ്പോൾ ടോട്ടൽ 48ഉം 5 പൂജ്യങ്ങളും. ദാറ്റ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4.8 into 10 raised to power 6 and the unit of energy here is joules. Heat generated is joules. ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രിക് പവർ ആണ്. ഓക്കെ, ഇലക്ട്രിക് പവർ എന്താണ്, റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് എനർജി ഇസ് കോൾഡ് പവർ. ഓക്കെ, അപ്പോൾ ഇതിൽ 2 സംഭവം അടങ്ങിയിട്ടുണ്ട്, എനർജിയും അടങ്ങിയിട്ടുണ്ട്, സമയവും എത്ര സമയമാണ് ആ എനർജി യൂസ് ചെയ്തത് അതും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനാണ് പവർ പറയാം. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ അപ്പോൺ ടൈം. റേറ്റ് വന്നാൽ അതിൽ ടൈം വരും. വർക്ക് ഡൺ എന്താണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ വർക്ക് ഡൺ എന്താ, വി ഇൻ ടു ക്യൂ അല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ടു ചാർജ്, ദാറ്റ് ഈസ് വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡൺ അപ്പോൺ ടൈം ചെയ്തപ്പോൾ ക്യൂ ബൈ ടി കിട്ടുന്നുണ്ട്. ക്യൂ ബൈ ടി എന്താണ്, ഐ ആണ്. സോ യു ഗെറ്റ് പവർ ഇസ് ഈക്വൽ ടു വി ഇൻ ടു ഐ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഓംസ് ലോ അപ്ലോയ് ചെയ്തിട്ട് യു ക്യാൻ ഫൈൻഡ് ദ വേരിയസ് വെറൈറ്റി ഓഫ് ഫോർമുലാസ് ഫോർ പവർ. യു ഹാവ് പവർ ഇസ് ഈക്വൽ ടു വി ഇൻ ടു ഐ. അപ്പോൾ ഐൻ്റെ സ്ഥലത്ത് യു റിപ്ലേസ് ഇറ്റ് വിത്ത് ഐ ആർ, സോ യു വിൽ ഹാവ് ഐ സ്ക്വയർ ആർ. അപ്പോൾ പവർ ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ കിട്ടും. പിന്നെ ഐൻ്റെ സ്ഥലത്ത് വി ബൈ ആർ ഇട്ടാൽ പവർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ കിട്ടും. സോ ദീസ് ആർ ദ 3 വേരിയസ് വേസ് ഇൻ വിച്ച് യു ക്യാൻ റിപ്രസെൻറ്റ് പവർ. ആൻഡ് എസ് ഐ യൂണിറ്റ് ഓഫ് പവർ ഇസ് വാട്ട്. ഓക്കെ, ജെയിംസ് വാട്ടാണ് ഈ റിലേഷൻസ് കണ്ടുപിടിച്ചത്. അപ്പം ആ യൂണിറ്റ് തന്നെ വാട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വാട്ടിനെ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത മാതിരി 1 watt is the power consumed by a device that
carries 1 ampere of current when operated at a potential difference of 1 volt. So 1 watt is what? 1 volt into 1 amp അല്ലേ? നമ്മൾ ആ ഇക്വേഷൻ ഫോർമുല എഴുതിയെടുത്താൽ മതി. P is equal to V into I. അപ്പോൾ 1 volt into 1 amp. അപ്പോൾ അത് വെച്ചിട്ട് 1 watt we can define. അപ്പോൾ one thing more I want you to remember is പവർ എന്താണ്? വർക്ക് ഡൺ അപ്പോൺ ടൈം അല്ലേ? അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് എന്നും പറയാം. ഇപ്പോൾ ജൂൾ പെർ സെക്കൻഡ് ഈസ് ഓൾസോ യൂണിറ്റ് ഓഫ് പവർ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ട് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ജൂൾ പെർ കുലൂം ആണ് വോൾട്ട്. അതേപോലെ കറണ്ട് ആംപിയറിൻ്റെ പറയുമ്പം ആംപിയർ എന്താണ്? കുലൂം പെർ സെക്കൻഡ് ആണ് ആംപിയർ. അതേപോലെ പവറിൻ്റെ ഒരു യൂണിറ്റ് വേറെ വാട്ടാണ്, പക്ഷേ നമുക്ക് ജൂൾ പെർ സെക്കൻഡ് ഈസ് ഓൾസോ പവർ. Okay, power 1 watt of power is very less a unit, so we use usually 1000 watts, that is 1 kilowatt. Okay, 1 kilowatt is equal to 1000 watts. Next concept is of electric energy. Electric energy നമ്മൾ നേരത്തെ പവർ പറഞ്ഞ എന്താ? എനർജി പെർ ടൈം. ഇപ്പോൾ എനർജി എന്താ? പവർ ഇൻറ്റു ടൈം അല്ലേ? അപ്പോൾ വാട്ട് അവർ, എനർജി ഈസ് വാട്ട് അവർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാര്യമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി? കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി ഈസ് കിലോ വാട്ട് അവർ. കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി ഈസ് കിലോ വാട്ട് അവർ. 1 ഹവറിൽ എത്ര കിലോ വാട്ട് പവർ ആണ് യൂസ് ചെയ്തത്, അതാണ് എനർജി. അപ്പോൾ 1 കിലോ വാട്ട് അവർ നിങ്ങൾ കാണാനെങ്കിൽ 1 ഹവറിന് സെക്കൻഡ്സിലാക്കി 3600 സെക്കൻഡ്സ്. സോ യു വിൽ ഹാവ് 3.6 ഇൻറ്റു 10 raised to power 6 watt hour, that is 3.6 into 10 raised to power 6 joules. Okay, you will have 3.6 into 10 raised to power 6 joules, and this is called as 1 unit. Okay, ഇതിന് 1 unit എന്ന് പറയാം. അപ്പോൾ ഇത്രയും എനർജിയാണ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ 1 യൂണിറ്റ്. ഇനി ഇതിൻ്റെയും കൂടെ കുറച്ച് സംസ് ഒന്ന് നോക്കാം. ആൻ ഇലക്ട്രിക് ബൾബ് ഇസ് കണക്റ്റഡ് ടു എ 220 വോൾട്ട് ജനറേറ്റർ. അപ്പോൾ വി തന്നിട്ടുണ്ട്, ദ കറണ്ട് 0.5 ആംപിയർ ഐ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ബൾബ്? ഓ, വെരി സിമ്പിൾ. അപ്പോൾ എന്താണ്? വി ഇൻറ്റു ഐ ഇസ് ദ പവർ. So when you solve, you will get it as 110 watts. Watts യൂണിറ്റ് എഴുതാൻ മറക്കരുത്, യൂണിറ്റിന് മാർക്ക് ഉണ്ടാവും. An electric refrigerator rated 400 watt operates 8 hours per day. What is the cost of the energy to operate it for 30 days? ഓക്കെ, ഇപ്പോൾ ഇതിൽ എന്തൊക്കെ സംഭവം തന്നിട്ടുള്ളത്? 400 വാട്ട് മീൻസ് പവറാണ് തന്നത്. 8 hours per day. അപ്പോൾ ടൈം തന്നിട്ടുണ്ട് 8 മണിക്കൂർ, ഒരു ദിവസത്തിൽ 8 മണിക്കൂർ. അപ്പോൾ ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ വാട്ട് അവേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ്സിൽ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, വാട്ട് അവേഴ്സ്. അപ്പോൾ 400 ഇൻറ്റു 8 വാട്ട് അവേഴ്സ്. ആൻഡ് ദെൻ ദാറ്റ് ഈസ് ഫോർ 1 day. ഇനി 30 ഡേയ്സിലേക്കാണെങ്കിൽ ഇൻറ്റു 30 ചെയ്യേണ്ടി വരും. അപ്പോൾ 400 ഇൻറ്റു 8 ഇൻറ്റു 30 ഷുഡ് ഗിവ് യു ദ എനർജി കൺസ്യൂംഡ് ഫോർ 30 days. പിന്നെ അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ 3 per hourൻ്റെ കോസ്റ്റാണ് ഇത്, 3 rupees. അപ്പോൾ അത്ര 30 days യൂസ് ചെയ്തപ്പോൾ എത്ര അവേഴ്സ് യൂസ് ചെയ്ത് അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നാണ് ചോദ്യം. So simply you have to write just 400 into 8 into 30. So you will have total 96, then 3 zeros. So that is 96 kilowatt hours per hour ആണ്. അപ്പോൾ നമുക്ക് അത് പിന്നെയും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അവേഴ്സിൽ തന്നെ വെച്ചാൽ മതി. ഓക്കെ, ഈ 96 കിലോ വാട്ട് അവർ പെർ അവറിൻ്റെ യൂസേജ് ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നോക്കുമ്പോൾ 96 ഇൻറ്റു 3 ചെയ്താൽ മതി. സോ യു വിൽ ഹാവ് ₹288. Which uses more energy, a 250 watt TV set in 1 hour or a 1200 watt toaster in 10 minutes? അപ്പോൾ ഇതിൽ ഒരു വ്യത്യാസം നമുക്ക് നോക്കാനുള്ളത് എന്താ വെച്ചാൽ അവറും മിനിറ്റ്സ്. 1 hour തന്നിട്ടുണ്ട് ആൻഡ് 10 minutes തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മിനിറ്റ്സിനെ യു ഹാവ് ടു കൺവേർട്ട് ഇൻ ടു അവേഴ്സ്. സോ ദാറ്റ് വിൽ ബി 10/60 യു വിൽ ഹാവ് ടു ഡു. ലെറ്റ് us see. ടി വി സെറ്റിൻ്റെ നോക്കുമ്പം ഇറ്റ് ഈസ് 250 ഇൻറ്റു 1 അല്ലേ? ദാറ്റ് ഈസ് 250 വാട്ട് അവേഴ്സ് ഈസ് ദ എനർജി കൺസ്യൂംഡ്. ടോസ്റ്ററിനെ നോക്കുമ്പം 200 വാട്ട് അവേഴ്സാണ് വരുന്നത്. 10 minutes വിൽ ഈക്വൽ ടു 10/60 hours. അപ്പോൾ ദാറ്റ് വിൽ ബി 200 watt hour. അപ്പോൾ എനർജി കൺസ്യൂംഡ് ബൈ ദ ടി വി സെറ്റ് ഈസ് മോർ. സോ ദിസ് ഈസ് ഹൗ യു ഡു ദിസ് സം, ആൻഡ് വിത്ത് ദിസ് വി ഫിനിഷ് ദ ലെസൺ. Hope it was easy for you. Okay children, bye.